ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ അക്ഷയപാത്രത്തിലോട്ടാണ് വന്നത് ഫുഡ് കഴിക്കാനായിട്ട്. നേരത്തെ ഞാൻ ഇവിടെ വന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പുറത്തെ സ്പോട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഞാൻ ഇവിടുന്ന് കഴിച്ചു. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഇല മീൻസ് സോറി ഗൈസ്, ഇതെന്താ എന്താ പേപ്പർ അടി? അതെ, അലൂമിനിയം ഫോയിൽ ഗൈസ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പന്തപ്ലാമൂട് പോവാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു തിരക്ക് മാറില്ല ഗൈസ്. എപ്പോഴും വൈകിട്ട് വരെ ഇതേപോലത്തെ ഒരു എന്തുവാ ക്രൗഡായിരിക്കും ഇവിടെ എപ്പോഴും. അതെപ്പോഴും ഇങ്ങനെ ക്രൗഡായിരിക്കും. പന്തപ്ലാമൂട് ബ്രിഡ്ജിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേ കൂടെ ബസ് ഇറങ്ങത്തില്ല. സോ യു ഹാവ് ടു വാക്ക്. അതെ ഗൈസ്, മൊത്തത്തിൽ നടന്ന് മൂപ്പാട് വരും ഗൈസ്. ഞാൻ രാവിലത്തെ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങ് മാറ്റി. ഭയങ്കര വിയർത്ത് കുളിച്ച് പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഇങ്ങനെ കെട്ടി തൊപ്പി വെച്ച് ഗൈസ്. വെയിലായോണ്ടാ വെച്ചത്. അതെ, മലയുടെ മണ്ടയ്ക്കുള്ള എല്ലാ വെയിലും കറക്റ്റ് ഉച്ചയിൽ തന്നെ അടിച്ചിട്ട് അങ്ങോട്ട് വന്നത്. അങ്ങനെ ഇപ്പൊ ഞാനും നമ്മളുണ്ടല്ലോ എല്ലാ ഫ്രണ്ട് ബാക്കിലൊക്കെ പല ആൾക്കാർ പല സൈഡിൽ പലത് ഇതായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ എവിടെയാണ് നടന്നു പോകുന്നതെന്ന് അറിയത്തില്ല. 250 മീറ്റർ എന്ന് പറഞ്ഞിട്ട് നടത്തിക്കുന്നതാ. ഏത് വഴിയിൽ കൂടെ പോകുന്ന എന്തോ എന്റെ ദൈവമേ. നടന്ന് മനുഷ്യൻ ചാവാറായി. പിന്നെന്തായാലും നാളെ സൺഡേ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് ഇതൊക്കെ ഏതൊക്കെയോ മലകളാ ഗൈസ്. ഏതൊക്കെ അമ്പൂരി മലകളാണെന്നാ തോന്നുന്നു. ഒരുപാട് മലകളുണ്ടല്ലോ. മലകളെല്ലാം സെറ്റായിട്ടായിരിക്കുന്നത്. കാണുമ്പോൾ വിചാരിക്കും അടുത്താണ്. അടുത്തെല്ലാം പറയും എത്ര ദൂരമാണെന്ന്. ഡെസ്റ്റിനേഷൻ എത്താറായി ഗൈസ്. സംഭവം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും അനങ്ങാൻ വയ്യ. എന്താന്ന് വെച്ചാല് വയറ് കൊളുത്തി പിടിക്കുക ഗൈസ്. അനങ്ങാൻ വയ്യ, അതാ അവസ്ഥ. അതായത് നല്ല രീതിക്ക് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് കഴിക്കാത്തവരെ പിടിച്ചവിടെ പണിക്കിരുത്തും. എനിക്കാണെങ്കിൽ ഈ പുഴ മീനിന്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പൊ ഫ്രൈ തന്നിട്ട് എനിക്ക് കഴിക്കാൻ വയ്യ. അപ്പോഴത്തേക്കാണ് അമ്മൂമ്മ പറയുന്നത്, കഴിച്ചില്ലെങ്കിൽ ഇവിടെ 2 മാസം പണിക്ക് നിന്നോ, 70,000 രൂപ തരാം. അങ്ങനെ കുറെ ജോലി പറഞ്ഞു ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ പയ്യ എല്ലാം കൂടെ കുത്തി കയറ്റിയിട്ട് കൊണ്ടുപോയി കളഞ്ഞു. അവിടെ ഒന്നും വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. പോണവരെ ശ്രദ്ധയ്ക്ക്. അമ്മൂമ്മ കുറച്ച് ടെററുമാണ്, പാവമാണ്. We reached the destination. പന്തപ്ലാമൂട് എന്തോ ബ്രിഡ്ജ്, അതാണ് ഗൈസ്. അവിടെ നിൽക്കുന്ന കുറച്ച് ചെറുക്കന്മാരെന്നെ ട്രോളി. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് അമ്മമാര് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞത്. പിന്നെ പിള്ളേരെയും കൊണ്ട് വന്നോണ്ട് നമ്മളൊന്നും തിരിച്ച് സംസാരിച്ചില്ല. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലായിടത്തും കാണുമല്ലോ കുറെ അമ്മമാര്. അതുകൊണ്ട് ഞാൻ റിയാക്ട് ഒന്നും ചെയ്തില്ല. തിരിച്ചു പോയത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും പറഞ്ഞില്ല ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്. ഇനി അപ്പുറത്ത് പാറയിലോട്ട് പോവുകയാണ്. അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞു. നേരത്തെ ഇവിടെ വന്നിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവരെല്ലാം അതിലേ പറഞ്ഞിട്ട് നമ്മൾ ആനക്കുഴി കാണാൻ വേണ്ടി പോവുകയാണ്. ആനയില് ഞാനും കൂടെ ഞാൻ അവസാനം വരത്തില്ല. എനിക്ക് കണ്ടിട്ട് പേടിയൊന്നും വല്ല ആനയോ ഒന്ന് ചവിട്ടിക്കൊന്നാലോ. അമ്മ ആനക്കുഴി കേട്ടോ. ആനക്കുഴി ഭയങ്കര അഡ്വഞ്ചറസ്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. അയ്യോ, വന്ന പാമ്പ് ഇടവല്ല ഒന്നും ഇല്ലല്ലോ, ആനിമൽസ് ഒന്നും ഇല്ലല്ലോ. ഇത് ആനക്കുഴി. പക്ഷെ കുഴി അവിടെ സംഭവം അവിടെ ഇതല്ല, ഇത് ഏതോ ഒരു കുഴിയാണ്. ചിലപ്പോ ആന എന്തെങ്കിലും കുഴിയിൽ വീണപ്പോ ഉണ്ടായ പേരായിരിക്കും ആനക്കുഴിയെന്ന്. നിങ്ങൾക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഇതിന്റെ സ്റ്റോറി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. സിനിമാ നടനാണേ ഇത്. ഇത് ഏത് നടനാണെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുന്നവർക്ക് പ്രത്യേകം പ്രൈസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ അവിടെ പോയി ഇരിക്കാൻ പോവുകയാണ്. പക്ഷെ മഴ തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ മഴയത്ത് കുറച്ച് മഴയും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടിയിരിക്കണം. എവിടെയും കയറിക്കണം, നനയും.
ഞാൻ എവിടെ പോയാലും മിക്ക സ്ഥലത്തും മഴയാ ഗൈസ്. നിങ്ങൾ അതിന്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ? ഫുള്ള് മഴയാ. മഴയത്ത് നനഞ്ഞ് അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് മഴ, രാവിലെ തൊട്ട് ഉച്ച വരെ വെയില്, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ മഴ. നല്ലൊരു ഇഷ്ടപ്പെട്ട് അതിനെ വെച്ച് വീഡിയോ എടുക്കാൻ ഗൈസ്. നമ്മളിവിടെ എത്തി. നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഭയങ്കര മഴ പെയ്യുന്നു. അടിപൊളി നല്ല മഴ ഗൈസ്. നിന്റെ കാലെങ്ങനെ മുറിഞ്ഞ്? ഒരു മീൻ കടിച്ച് മുറിപ്പിച്ച. അപ്പം പറഞ്ഞു മീനല്ല തുമ്പിയാണ് കടിച്ചത്. നല്ല മഴ പെയ്യുന്നു. നമ്മൾ മഴ എക്സ്പീരിയൻസ് ചെയ്തു. എന്തുവാടി ഇത്? എന്താ ടേസ്റ്റ്? ചായക്കട കയറി ചായ ബുക്ക് ചെയ്തത്, ചായ ഓർഡർ ചെയ്തു. എന്നെ കണ്ടിട്ട് ഇത്ര ഞങ്ങൾക്ക് നോക്കിയാണ് ഗൈസ് പഴംപൊരി എടുക്കുന്നത്. ഇത് ഇത്ര ഉള്ളതാണ് മാമൻ പറയുന്നത്. ചായക്കടയാണ്. അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഹസ്കി ആണോ? നാടൻ ഹസ്കി ആണോ? ഷുഗന്റെ അന്നി എന്താണ് പേര്? കഴിക്കോടാ നീ, കൊറ്റോടാ നീ. എന്ത് പൊന്നെ, എന്റെ പൊന്നെ. ഹരി ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ്. തിന്നോളൂ ഹരിമോനെ. എല്ലാം മഴ പെയ്യുന്നുണ്ട്. എന്ത് കോലവാന്ന് എനിക്ക് അറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് വണ്ടിക്കകത്ത് ഇരുന്നിട്ട് നേരെ കോളേജിലോട്ട് പോവുകയാണ്. ഹോസ്റ്റലിൽ ചെന്നൊന്ന് കിടന്നാ മതി. അത്രയ്ക്ക് ക്ഷീണിച്ച്.